കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ബോറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 18 ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ബോറുട്ടോയുടെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോറുട്ടോയുടെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്ക്. പിന്നെ ഒരു കാര്യം, വീഡിയോ ഇപ്പം തന്നെ കയറി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാപ്റ്റർ തുടങ്ങാറുണ്ട് നമ്മുടെ ക്ലാസ് റെപ്പിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ റൂമിൽ കയറിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം കാവാക്കി ആമോടനെ പൊക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയും ചെയ്യും, സുമീരി നീ പേടിക്കണ്ട, ജസ്റ്റ് ഞങ്ങളൊന്ന് സംസാരിക്കുന്നത് മാത്രമായിരിക്കും. ആമടോ, ഞാനൊരു കാര്യം പറയാം. നീ ഇത്ര നാൾ എൻ്റെ ബോഡി ഒരു കളിപ്പാട്ടം പോലെയാണ് കണ്ടത്. പക്ഷേ അതൊക്കെ ഞാൻ മറക്കും. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കും. എൻ്റെ ഒഫൻസീവ് പവർ നീ മര്യാദക്ക് മാക്സ് ആയിക്കണം, അല്ലെങ്കിൽ നീ ഉറപ്പായിട്ടും മരിക്കും. ഞാൻ ചുമ്മാ പറയുവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ഓരോ വാക്കുകളും നീ സൂക്ഷിച്ച് വേണം പുറത്തേക്ക് വിടാൻ, അല്ലെങ്കിൽ അത് നിൻ്റെ മരണത്തിന് തന്നെ കാര്യമാകും. അങ്ങനെ അവനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആമടെ പറയുന്നുണ്ട്, കവാക്കി മര്യാദക്ക് നിനക്ക് കിടന്നുറങ്ങിയാൽ പോരെ. അടുത്ത സെക്കൻഡ് തന്നെ കവാക്കിയുടെ കണ്ണിലേക്ക് എന്തോ വരും. അവൻ്റെ ബോധം കിട്ടി അവൻ നേരെ താഴത്തേക്ക് വീണുവാണ്. നമ്മുടെ ക്ലാസ് റെപ്പിന് മനസ്സിലായി അതൊരു ഫെയിൽ സേഫ് ആണ്. ഡെൽറ്റയുടെ മേത്ത് ചെയ്ത പോലെ തന്നെ ഒരു ഫെയിൽ സേഫ്. അപ്പം നമ്മൾ പറയുന്നുണ്ട്, സുമീരി നീ വന്ന സമയം കറക്റ്റായിരുന്നു. നീ എന്തായാലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? നമുക്ക് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കടത്താനുണ്ട്. ഈ സമയത്ത് റിയുവും ബാക്കിയുള്ളവരും കൂടെ അവിടേക്ക് നടന്നുകൊണ്ടായിരുന്നു. അവരെ കത്ത് അവർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മിത്സുക്കി പറയുന്നുണ്ട്, റിയു ആ കാണുന്ന പെങ്കൊച്ചാണ് യോഡോ. പിന്നെ അവളുടെ കൂടെ നിൽക്കുന്ന ആ ബ്ലേഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അറിയ. ആ ഒരു സമയത്ത് അവൻ പറയുന്നുണ്ട് ഹായ്. പക്ഷേ അപ്പോഴാണ് റിയു ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അവൾ എന്നെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ സാർദ പറയുകയും ചെയ്യും, അത് നീ കാര്യമാക്കണ്ട, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സമയത്ത് മറ്റൊരു സ്ഥലത്ത് മാട്സുരിയും കോണഹാമറും ഉണ്ടായിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല, ഫിസിക്കലി കുഴപ്പമൊന്നും തോന്നുന്നില്ല, പക്ഷേ നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ നല്ല നെർവസ് ആണ്. കാര്യമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ നിന്നെ കണ്ടപ്പോൾ മുതൽ ഞാൻ വളരെയധികം എനിക്കറിയാൻ പറ്റുന്നില്ല. ഞാൻ നീയായിട്ട് സംസാരിക്കുന്നത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കൊണാമുറു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ നിന്നെ ഇനി കൊണാമുറു ചാനെന്ന് വിളിച്ചോട്ടെ? ഈ സമയത്ത് നമ്മുടെ കൊണാമുറു ശരിക്കും ഞെട്ടിപ്പോവും. കാര്യം അവൻ ആകെപ്പാട് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മൊയ്കി മാത്രമാണ്. ഇതേ സമയത്ത് റിയു പുള്ളിക്കാരൻ്റെ ആ ഒരു അയൺ സാൻഡി അവിടെ കാറ്റിലേക്ക് പറത്തി വിടുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, ഇത് നീ എന്താണ് ഈ ചെയ്യുന്നത്? ഓ അതോ, അത് ഞാൻ എൻ്റെ അയൺ സാൻഡി ഇവിടുത്തെ കാറ്റിൽ പറപ്പിച്ച് വിടുവാണ്. എനിക്കൊരു ഡിറ്റൻഷ്യൽ എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബോറുട്ടോ ഇവിടെ എവിടെയെങ്ങാനും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് ഈ സാൻഡ് എല്ലാം കൂടെ നമ്മുടെ യോടോടെ ചുറ്റിനും വന്ന് കയറും. അപ്പോൾ നമ്മുടെ റിയു പറയുന്നുണ്ട്, നിനക്ക് നല്ല ബ്ലഡ് ലെസ്റ്റ് ഉണ്ടല്ലേ? ഈ സമയത്ത് അവളും പറയും, നീ അതോർത്ത് പറയിച്ചേണ്ട, ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ നീഞ്ചാസ് അല്ലേ? ആ സമയത്താണ് നമ്മുടെ മാറ്റ്സുക്കി ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. അല്ല റിയു, ഞാനൊന്ന് ചോദിക്കട്ടെ? കോണോഹോയിൽ വെച്ച് നോക്കാൻ നേരത്ത് ബോറുട്ടോ ഒരു ക്രിമിനലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ ഹൺ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എന്തിനാണ് അവൻ്റെ പുറകെ പോകുന്നത്? അതിനുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ എൽഡർ ജൂറ പറഞ്ഞത് വെച്ച് നോക്കാൻ നേരത്ത് അവന് കുറച്ചധികം ഇൻഫോർമേഷൻസ് ഉണ്ട്. അവൻ ഞങ്ങളെപ്പറ്റി കുറച്ചധികം കാര്യങ്ങൾ അറിയാം. ഈവൻ ത്രോൺ ബൾബ്സിനെ പറ്റിയും അവന് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഞങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചറായുള്ള ത്രെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് അവനെ കൊല്ലാൻ ഞങ്ങളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സാർദ പറയുന്നുണ്ട്, റിയു ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. എടുത്തു പറഞ്ഞാൽ ആ ത്രോൺ ബൾബിനെ പറ്റി. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കെണി വെച്ചാലോ? ഈ ത്രോൺ ബൾബ് യൂസ് ചെയ്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോറുട്ടോ എങ്ങനെ പോയാലും അതിൻ്റെ അകത്ത് വന്ന് വീഴുമല്ലോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാവാക്കി ഞെട്ടി എണീക്കുന്നതാണ്. അപ്പോൾ ആമോട് പറയുന്നുണ്ട്, കാവാക്കി നീ റിലാക്സ് ആകുക, ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. നിന്റെ മേൽ ഒരു പോയിന്റ് ഉണ്ട്. ശരിയാണ്, ആ ഡിവൈൻ ട്രീ പീപ്പിൾസ് എന്ന് പറയുന്നത് ഒരു ത്രെറ്റ് തന്നെയാണ്. അവരെ ഡിഫീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ പവേഴ്സ് ഒഫൻസീവ് ആക്കി മാറ്റണം. ശരിയാണ്, അതെനിക്ക് ചെയ്യാനും സാധിക്കും. പക്ഷേ അവിടെ എനിക്ക് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ആ കണ്ടീഷനാണ് നീ പോയി കാണുന്നത്. പേടിക്കണ്ട, ഇത് ഡെൽറ്റയല്ല, ഇതൊരു ഫ്രഷ് ബോഡി ക്ലോൺ ആണ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. കവാക്കി നീ ചെയ്യേണ്ടത് ഇത്രമാത്രം, എൻ്റെ ഡോക്ടറിനെ നീ രക്ഷിക്കണം. അവൾക്ക് വീണ്ടും ഇവിടേക്ക് ജനിക്കണം. അതിനായിട്ട് ഇവൾക്ക് ഒരു കർമ്മ കൊടുക്കണം. അവളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ നിൻ്റെ കർമ്മയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ടും അവളുടെ സോള് മാത്രം എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് ഒരു ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം ഇവളെ റിസറക്റ്റ് ചെയ്യാനായിട്ട്. സോ കവാക്കി നീ എന്നെ ഹെൽപ്പ് ചെയ്യണം ഇവളെ റിസറക്റ്റ് ചെയ്യാനായിട്ട്. അത് മാത്രമാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ കവാക്കി പറയുന്നുണ്ട്, എങ്കിൽ ഞാനൊരു കാര്യം പറയാം. താങ്കളുടെ മകൾ റിവൈവ് ചെയ്തു, പക്ഷേ അതൊരു ഓട്സുസുക്കിയാണെങ്കിൽ ഞാൻ അവളെ ഉറപ്പായിട്ടും കൊന്നിരിക്കും. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇനി അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ടും നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്ത് നിന്നെ ഡിഫെൻഡ് ചെയ്യുന്നതായിരിക്കും. ആമടോ, ഇത് നടക്കില്ല. ഒരിക്കലും എനിക്ക് നിൻ്റെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ആദ്യം നീ എന്നെ പവർ അപ്പ് ചെയ്യാൻ നോക്ക്. എനിക്ക് എന്തായാലും ഇനിയൊരു പോസിബിളുള്ള എനിമിനെ ക്രിയേറ്റ് ചെയ്യാൻ മേല.
അത് മാത്രമല്ല ബാക്കിയുള്ളവരെ ഡിഫീറ്റ് ചെയ്യാൻ ഈ പവർ എനിക്ക് ആവശ്യമാണ്. കവാക്കി, ഞാൻ പറയുന്ന കേൾക്ക്. നിന്നെ ഉറപ്പായിട്ടും ഞാൻ സഹായിക്കുന്നതായിരിക്കും. നിന്റെ ഫുൾ പവർ ഞാൻ അൺലീഷ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിന്റെ സർവൈവലിന് ഞാൻ ഒരു ഗ്യാരണ്ടിയും തരുന്നതായിരിക്കും. നിന്നെങ്ങനെ അവർ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ഡ്രീംസും എല്ലാം വെള്ളത്തിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് കവാക്കി. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എൻ്റെ സർവൈവലല്ല എനിക്കിവിടെ വേണ്ടത്. എനിക്ക് ഒരു കിൽ ചെയ്യാൻ, അവരെ കൊല്ലാനായിട്ടുള്ള പവറാണ്. അത് നിനക്ക് തരാൻ പറ്റുമെന്ന് അറിയാം. സോ അത് മാത്രം നീ ഇപ്പോൾ ആലോചിച്ചാൽ മതി. നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. നീ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാൻ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഡിവൈൻ ട്രീ പീപ്പിൾസ്, കോഡ് ആൻഡ് ബോറുട്ടോ ഇവരെല്ലാവരും കൊന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നീ പറയുന്ന ഈ ഒരു കാര്യത്തിൽ ഞാൻ അക്സെപ്റ്റ് പോലും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതുവരെ നീ കാത്തിരിക്കേണ്ടി വരും. പിന്നെ കാണിക്കുന്നത് മാട്സൂരിനെയാണ്. അവൾ പറയുന്നുണ്ട്, കൊണാമർച്ചാൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ഇന്നാണ്. പക്ഷേ ഞാൻ അധികം ജീവിച്ചിട്ടൊന്നുമില്ല. എങ്കിലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അല്ല ഒന്ന് നീ ആ പേരെന്നെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? അതെന്ത് പറ്റി? വേറൊന്നും കൊണ്ടല്ല. നോർമലി ഒരാൾ മാത്രമേ എന്നെ അത് വിളിക്കാറുള്ളൂ. നീ വിളിക്കുന്ന കേൾക്കാൻ നേരത്ത് എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. എന്നാൽ മാട്സൂരി ഇത് കേൾക്കാൻ നേരത്ത് അവളുടെ മൂഡ് മുഴുവൻ മാറിയിരുന്നു. അവൾ ചോദിക്കുന്നുണ്ട്, ആരാണത്? പേടിക്കാനൊന്നും വേണ്ട, ഞാൻ അധികം കാര്യമായിട്ട് പറഞ്ഞൊന്നുമില്ല. നീ പറയുന്ന ആ ഒരു പെങ്കൊച്ചി മൊയ്കിയല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നീയും അവളോട്ടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കോണഹമോറിനെ അവൾ അറ്റാക്കും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് റിയോ പുള്ളിക്കാരനെ ത്രോൺ സോൾ ബൾബ് മുകളിലേക്ക് വിടുന്നുണ്ട്. അങ്ങനെ മുകളിലെത്തിയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സോ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ യോടെ നേരെ മുകളിലേക്ക് ചാടി ഈ ഒരു ത്രോൺ സോൾ ബൾബ് പിടിക്കാൻ പോകും. പക്ഷേ അവൾ എൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ അത് മുഴുവൻ പൊടിഞ്ഞു പോകും. അപ്പോൾ റിയോ പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഈ സമയത്ത് സാർദയും മിത്സുക്കി എല്ലാവരുടെ മേത്ത് ഈ ഒരു അയൺ സാൻഡ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവർ ആ ഒരു കാര്യം ശരിക്കും ശ്രദ്ധിക്കുന്നത്. അതായത് ആ ഒരു സാൻഡ് ഇപ്പോൾ അവരെല്ലാവരും ഒരു പപ്പറ്റിനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. സാർദനെ പെട്ടെന്ന് ആ സാൻഡ് മുകളിലേക്ക് പിടിച്ച് സാർദനെ കൊണ്ട് നമ്മുടെ യോഡോനെ അറ്റാക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് ആ ഒരു സ്ലാഷ് അവരുടെ നേരെ വരുന്നത്. അവർ വീണ്ടും ഫ്രീ ആയി മാറി. സാർദക്ക് മനസ്സിലായി അവളുടെ കൺട്രോൾ തിരിച്ചു കിട്ടിയെന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരയാണ്. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു കില്ലൻ സോഡ് ഉണ്ടായിരുന്നു. ആ ഒരു സോഡിൻ്റെ പേര് ലോഡ് സ്റ്റോൺ സാൻഡ് സീലിംഗ് ബ്ലേഡ് എന്നായിരുന്നു. ആ ഒരു സോഡ് യൂസ് ചെയ്ത് റിയോൻ്റെ പവേഴ്സിനെ അവന് സീൽ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 18 ഇവിടെ അവസാനിക്കുന്നത്.